ഹലോ ഗായ്സ്, എന്നെ നോക്കുന്നുണ്ടോ? ഇത് അമ്മ അല്ല, ഇത് 24/7 വർക്ക് ചെയ്യുന്ന ഒരു റോബോട്ടാണ്. ഇതായിരുന്നു എൻ്റെ ആഫ്റ്റർ ഡെലിവറി. ഇപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് വേറൊന്നല്ല, ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പീരീഡ്സ് ടൈം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കയറി വന്നൊരു സബ്സ്ക്രൈബ് അടിച്ച് കൂടെ പോന്നോളൂ. അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് പോവാം. ഒരു 6 മാസം മുതൽ 1 വർഷം അല്ലേ, 1 വർഷത്തിന് അകത്ത് വെച്ചിട്ടാണ് നമുക്ക് നല്ല നോർമൽ പീരീഡ്സ് ഉണ്ടാകുന്നതെന്ന് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ എൻ്റെ ലൈഫിലോ, എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. ഒരു 40-41 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പണ്ടാരം എൻ്റെ കാര്യത്തിലുള്ള കഥയാണ് പറയുന്നത്. 40-41 ആയപ്പോഴത്തേക്കും അവൻ വന്നു ഗായ്സ്, അവൻ വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാം. അല്ല, മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, തലവേദന, ഉറക്കമില്ലായ്മ, വയറുവേദന എന്നും പോരാഞ്ഞിട്ട് ക്ഷീണം എല്ലാം ഉണ്ട്. എൻ്റെ പീരീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാളിലെ മുതൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ്. നാലേജ് ഒക്കെ എത്ര വർഷത്തോളമായി ഇന്ന്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പീരീഡ്സിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേ ഞാൻ അനുഭവിക്കുന്ന പെയിൻ അല്ലാതെ വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഗായ്സ്. അത്രയ്ക്ക് പെയിനാണ് വയറുവേദന എനിക്ക് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പില്ലോക്കെ അടിച്ചമർത്തി പില്ലോക്കെ വലിച്ച് കീറിയൊക്കെയാണ് ആ ഒരു 1 ഡേ ഞാൻ കഴിച്ച് കിട്ടുന്നത്. അപ്പോൾ ഈ 9 മാസ കാലഘട്ടത്തിൽ ഈ സാധനം വരുന്നില്ലല്ലോ. പക്ഷേ വന്നപ്പോൾ ഉള്ള വയറുവേദന അയ്യോ, എനിക്ക് മറക്കാൻ പറ്റില്ല ഗൈസ്, മറക്കാൻ പറ്റില്ല. ആ വയറുവേദന, മൂഡ് സ്വിങ്സ്, നടുവേദന, തലവേദന, പോട്ടെ എല്ലായിടവും വേദന തന്നെയാണ്. വേദനയൊക്കെ വന്നിട്ട് ഇവ മര്യാദയ്ക്ക് പോകൊണ്ടിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കും, നമ്മുടെ ഈ പാഡ് ഒരു 7 ദിവസത്തിനുള്ള പാഡായിരിക്കും നമ്മൾ കരുതുന്നത്. പക്ഷേ അവൻ നമുക്ക് അടുത്ത പണി തരും. എന്താണെന്നല്ലേ, ഈ 7 ദിവസത്തിലും പണി നിൽക്കില്ല. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ബ്ലീഡിങ് ടൈമായിരുന്നു. ആ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസത്തിൽ നിന്നില്ല, 14 ദിവസത്തിൽ നിന്നില്ല, നീണ്ട കാലയളവായിരുന്നു. എന്തടാ അപ്പനെ എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് ആലോചിച്ചിട്ട് ആയിരുന്നു ഓരോ ദിവസം കഴിച്ചു കിട്ടി. അപ്പോഴും ഓരോ ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ സ്വാഭാവികം, ചില ആൾക്കാരിൽ ഇങ്ങനെയൊക്കെ നടക്കും എന്നൊക്കെയാണ്. അപ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കുക, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുക, കുത്തിയിരുന്ന് ഒരു മണിക്കൂർ ഇടവിട്ടില്ലേ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഫീഡിങ് ആയിരുന്നു എൻ്റെ ചാപ്റ്ററിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ സംഭവം കൂടി ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുക, ചത്തു പോയില്ലേ. അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. നീണ്ട ഇടവേള എടുത്തിട്ട് ഇന്ദുചൂടൻ വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓവർഫ്ലോ ഉണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ 21 ദിവസം ഇല്ലെങ്കിൽ 23 ദിവസം ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക തന്നെ. അപ്പം ഇവനുമായിട്ട് അങ്ങ് പോകണമല്ലോ, കണ്ടിന്യൂ ചെയ്ത് പോകണമല്ലോ. അപ്പോൾ എനിക്ക് തന്നെ ഡൗട്ടായി, എന്താണ് ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത്, ഇതിപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണോ അതോ ഇത് മറ്റതിൻ്റെ ആണോ, കഴിഞ്ഞ മന്തിൻ്റെ ആണോ അതോ ഇനി വരാൻ പോകുന്നതിൻ്റെ ആണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടാണ്. ഓക്കെ, ഇതിങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മാസം പറഞ്ഞു വിടുമ്പോൾ അടുത്ത മാസം ഇതുപോലെ തന്നെ എന്തായാലും പൊരുത്തപ്പെട്ടല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അടുത്ത മാസവും പൊരുത്തപ്പെടും. അപ്പോഴാണ് നമ്മുടെ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. എൻ്റെ അടുത്ത മാസം സാറിന് വരാൻ അങ്ങോട്ട് ടൈമില്ല, സാറ് വരത്തില്ല. അയ്യോ ഇവൻ എന്താ വരാത്തത്, ആളെന്താ വരാത്തത്, പുള്ളി എന്താ വരാത്തത് എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കും കഴിച്ച്. അപ്പോഴാണ് നമ്മൾ തന്നെ തിങ്ക് ചെയ്യുന്നത് ഇത് മറ്റതാണോ, എനിക്ക് നിങ്ങൾക്ക് തെറ്റി കഴിച്ച്. ഇത് അവൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കളിവിളയാടലാണ്. അതാണ് ഇവൻ്റെ പണി എന്ന് പറയുന്നത്. 8ൻ്റെ പണി ഇല്ലെങ്കിൽ 18ൻ്റെ പണി എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. എൻ്റെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കഴിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് അമ്പലത്തിൽ ഒന്ന് ദർശിക്കാനും ഭഗവാന്റെ അടുത്ത് കുറേ പരാതികളൊക്കെ പറയാനൊക്കെ ഇങ്ങനെ കൂട്ടിക്കിട്ടി ഓരോ ദിവസങ്ങളിങ്ങനെ വയ്ക്കും. ഇവൻ വരത്തില്ല, ഇവന് തോന്നുമ്പോഴൊക്കെയാണ് വരുന്നത്. ഇവൻ വരില്ല, ഇവനെ കാത്ത് കെട്ടി ഇങ്ങനെ നിന്നാലും ഇവൻ വരില്ല. ഞാൻ എല്ലാം അയൺ ചെയ്ത് വരില്ലല്ലോ, ഇന്ന് ഉണ്ടാവില്ലല്ലോ, അയൺ ചെയ്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് ഇതാ വരണതാണ് പോയി കഴിഞ്ഞ പണി. അപ്പം ഞാൻ ഒരുപാട് പ്രാഗിയിട്ടുണ്ട് ഗൈസ്. എനിക്കൊരു ഈവൻറ്റിന് പങ്കെടുക്കാൻ പറ്റില്ല, കുട്ടിയുടെ ബർത്ത്ഡേസ് ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല. എന്തിന് അമ്പലങ്ങളിൽ പോകാൻ പറ്റില്ല. എങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പീരീഡ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ഷീണവും ഇതൊക്കെയാണ്. കുഞ്ഞ് ഇപ്പം പാലുകൂടി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എനിക്കുള്ള അവസ്ഥയും ഈ ഒരു
ഫലചുറ്റ ഇതൊക്കെയാണ്. ഇതൊക്കെ വേറെ എന്തോന്നിൻ്റെയൊക്കെ ലക്ഷണമാണെന്നും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പലവിധ ടെസ്റ്റ് കൊടുക്കും, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പീരീഡ്സ് ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് എൻ്റെ ആഫ്റ്റർ ഡെലിവറി ഇൻ പീരീഡ്സ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ പീരീഡ്സ് ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നത്. നിങ്ങളുടേതും ഇങ്ങനെയൊക്കെ തന്നെയാണോ, ഇവനും അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണോ പണി ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. കമൻറ്റ് ബിലോ ഗായ്സ്, കമൻറ്റ് ബിലോ.